വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്ക രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 23, 13 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. യേശുവിനെ വിധിക്കുന്നു. പീലാത്തോസ് പുരോഹിത പ്രമുഖന്മാരെയും നേതാക്കന്മാരെയും ജനത്തെയും ഒന്നിച്ചുകൂട്ടി അവരോട് പറഞ്ഞു, ജനത്തെ വഴിപിഴപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവനെ എന്റെ മുൻപിൽ കൊണ്ടുവന്നു. ഇതാ, നിങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെ ഇവനെ ഞാൻ വിസ്തരിച്ചു. നിങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങളിൽ ഒന്നുപോലും ഇവനിൽ ഞാൻ കണ്ടില്ല, ഹെറോദേസും കണ്ടില്ല. അവൻ ഇവനെ എന്റെ അടുത്തേക്ക് തിരിച്ചയച്ചിരിക്കുകയാണല്ലോ. നോക്കൂ, മരണശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഇവൻ ചെയ്തിട്ടില്ല. അതിനാൽ ഞാൻ ഇവനെ ചമ്മട്ടി കൊണ്ട് അടിച്ച് വിട്ടയക്കും. അപ്പോൾ അവർ ഏകസ്വരത്തിൽ ആക്രോശിച്ചു, ഇവനെ കൊണ്ടുപോവുക, ബറാബസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക. പട്ടണത്തിൽ നടന്ന കലാപത്തിനും കൊലപാതകത്തിനും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടവനാണ് ബറാബാസ്. യേശുവിനെ വിട്ടയക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് പീലാത്തോസ് ഒരിക്കൽ കൂടി അവരോട് സംസാരിച്ചു. അവരാകട്ടെ, ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. പീലാത്തോസ് 3-ാം പ്രാവശ്യവും അവരോട് ചോദിച്ചു, അവൻ എന്തു തിന്മ പ്രവർത്തിച്ചു? വധശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഞാൻ അവനിൽ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ അവനെ ചമ്മട്ടി കൊണ്ട് അടിച്ച് വിട്ടയക്കും. അവനെ ക്രൂശിക്കണമെന്ന് അവർ നിർബന്ധപൂർവം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം അവരുടെ നിർബന്ധം തന്നെ വിജയിച്ചു. അവർ ആവശ്യപ്പെട്ടത് അനുവദിച്ചു കൊടുക്കാൻ പീലാത്തോസ് തീരുമാനിച്ചു. അവർ ആവശ്യപ്പെട്ട മനുഷ്യനെ, കലാപത്തിനും കൊലപാതകത്തിനും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നവനെ അവൻ വിട്ടയക്കുകയും യേശുവിനെ അവരുടെ ഇംഗിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. യേശുവിന്റെ മേൽ പീലാത്തോസ് നടപ്പിലാക്കിയ അന്യായ വിധി. വീണ്ടും പീലാത്തോസിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരപ്പെട്ട യേശു ഒരു കുറ്റവാളി എന്ന രീതിയിൽ പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പീലാത്തോസ് അവിടെ കൂടിയിരുന്ന ജനങ്ങളോടായിട്ട് പറയുന്നു, നിങ്ങൾ ഈ നിൽക്കുന്ന യേശു ജനങ്ങളെ വഴിപിഴപ്പിക്കുകയും രാജ്യത്തൊരു അട്ടിമറി വിപ്ലവത്തിന് തന്നെ നേതൃത്വം കൊടുക്കാനും ശ്രമിച്ച വ്യക്തിയാണ് എന്ന കുറ്റവുമായിട്ടാണ് ഇയാളെ എന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നത്. ഞാൻ ഇയാളെ വിസ്തരിച്ചു. ഇയാൾ ഇത്തരത്തിൽ ഒരു കുറ്റം ചെയ്തതായിട്ട് എനിക്ക് ബോധ്യം വന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിലും നിങ്ങളുടെ ശക്തിയായ പ്രേരണയും മൂലം ഞാൻ ഇയാളെ ഹെറോദേസ് രാജാവിന്റെ പക്കലേക്ക് അയക്കുകയാണ് ഉണ്ടായത്. ഹെറോദേസ് രാജാവും ഇദ്ദേഹത്തെ വിസ്തരിച്ച് കുറ്റമൊന്നും കാണാൻ സാധിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും എന്റെ അടുത്തേക്ക് തിരിച്ചു വിട്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഞാൻ വീണ്ടും അന്വേഷിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നു, നിങ്ങൾ ഇദ്ദേഹത്തിൽ ആരോപിച്ച കുറ്റങ്ങളൊന്നും ഇദ്ദേഹം ചെയ്തതായിട്ട് എനിക്ക് ബോധ്യമായിട്ടില്ല. അങ്ങനെ ബോധ്യമില്ലാത്ത നിലയ്ക്കും ഇദ്ദേഹത്തിന്റെ കുറ്റം വസ്തുനിഷ്ഠമായ രീതിയിൽ തെളിയിക്കാൻ സാധിക്കാത്തതിന്റെ അടിസ്ഥാനത്തിലും ഞാൻ ഇദ്ദേഹത്തെ വിട്ടയക്കാൻ തീരുമാനിക്കുകയാണ്. ചെറിയ ഒരു ശിക്ഷയുടെ പ്രതീകം എന്ന രീതിയിൽ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് ഇദ്ദേഹത്തെ ഞാൻ വിടാൻ നിശ്ചയിക്കുന്നു എന്ന് കേട്ട മാത്രയിൽ തന്നെ അവിടെ കൂടിയിരുന്ന ജനപ്രതിനിധികളും പുരോഹിത ശ്രേഷ്ഠന്മാരും എല്ലാവരും ഒന്നടങ്കം പറയുന്നു, യേശുവിനെ ക്രൂശിക്കണം, നിർബന്ധപൂർവം പറയുന്നു. പീലാത്തോസ് വീണ്ടും അവരോടായിട്ട് പറയുന്നു, നിങ്ങൾ പറയുന്ന വിധത്തിൽ ഒരു കുറ്റക്കാരനായിട്ട് എനിക്ക് ബോധ്യമില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് വിധിക്കാനാകുകയില്ല എന്ന് വീണ്ടും വീണ്ടും പീലാത്തോസ് ജനങ്ങളോടായിട്ട് പറയുന്നു കേട്ടപ്പോൾ ജനങ്ങളുടെ നിക്ഷിപ്ത താല്പര്യത്തിന്റെയും മുൻകൂട്ടിയുള്ള തീരുമാനത്തിന്റെയും അടിസ്ഥാനത്തിൽ അവരുടെ ആവശ്യത്തിന് മൂർച്ച കൂടി വന്നപ്പോൾ സ്വാഭാവികമായിട്ട് പീലാത്തോസ് ഭയപ്പെട്ട് കാണും. ജനങ്ങളുടെ അപ്രീതി സമ്പാദിക്കാനിടവന്നാൽ തന്റെ സ്ഥാനത്തിനൊരു ഭീഷണിയായി തീരും എന്നതിന്റെ അടിസ്ഥാനത്തിലും കൂടിയാകാൻ പീലാത്തോസ് ജനങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് കുറ്റക്കാരനല്ല എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ യേശുവിനെ അവർക്കായിട്ട് വിട്ടുകൊടുക്കുകയാണ്. അങ്ങനെ എക്കാലത്തെയും നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഒരു കളങ്കം വരുത്തത്തക്ക വിധത്തിലുള്ള
ഒരു നടപടിയായിട്ട് പീലാത്തോസിന്റെ ഈ പ്രവർത്തനത്തെ ചരിത്രത്തിൽ എണ്ണപ്പെടാനിട വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.